എന്താ ഈ ചങ്ങായി ഇവിടെ കിടക്കണം? ആൽബി 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 എത്ര ചങ്ങായി ഇവിടെ കിടക്കണേ? എന്താ ഇവിടെ കിടക്കണേ? ഉറക്കുന്നുണ്ടല്ല. ഉറക്കോ? അത് പേര് പോയി ഉറങ്ങിക്കൂടെ? നിങ്ങളാണ് ജതി മാട്ടം മേടിയ. ഏൻ മാട്ടം? ഇപ്പൊ ഇന്നലെ കൊട്ടിയത് തന്നെ. ഈ നല്ല ഉറക്കല്ലേ? ഇപ്പൊ ഞാൻ ഉണരല്ലേ? ഉറക്കണ്ട ഉണരാനും വേണ്ട ഞങ്ങളെ ഇങ്ങനെ ഇതാക്കി. ഇന്ന് കളിയുണ്ടോ? ഇന്ന് കളിയുണ്ട്. ഇന്ന് ചെക്കന്മാരൊക്കെ ഉണ്ട്. ഹലോ, കളിയില്ലേ? അന്നുണ്ട്. ഇന്ന് കളിയുണ്ട്. നിങ്ങളെന്നാ ബുക്ക് ചെയ്യണേ? വേറെ ഞായറാഴ്ച ആയിക്കോട്ടെ. വേറെ ഞായറാഴ്ച രാവിലെ തുടങ്ങിക്കോളി. ആയിക്കോട്ടെ. എന്നാ ചെക്കന്മാരെ ഉണ്ടല്ലേ? ആയിക്കോട്ടെ എന്നാ. ആയിക്കോട്ടെ എന്നാ. ഓക്കെ. നിങ്ങളിപ്പോ ഇത് ഉറക്കാണ്ട് പിച്ചനാക്കിപ്പോ. ഉറക്ക് നല്ല ഉറക്കാ. കൂർക്കം വലിച്ച് ഉറങ്ങണേ. ശരിട്ടേ, ഇതിപ്പോ ഏതായാലും ഇവിടെ എല്ലാം നന്നായി. എൻ്റെ മൊബൈലിൽ രാവിലെ കുറേ മൊബൈൽ കോളുകൾ വന്നാ. അയ്യ നമ്പറൊന്നും വെച്ചിട്ട് അറിയാം. ഒന്ന് നോക്കിയാൽ ആരും പേരൊന്നും എനിക്ക് വായിക്കാറിയാം. അത് നോക്കിയാൽ ഇതൊന്നും നോക്കാനറിയാം. നിങ്ങൾ ഇതിവിടെ ഇങ്ങനെ ഗൂഗിൾസിന് എങ്ങനെ ഞങ്ങൾ പോയി കണക്കും കാര്യമൊക്കെ ചെയ്താലേ എന്നൊന്നും വായിച്ചാൽ അറിയില്ലെങ്കിൽ സ്കൂളിൽ എത്രയൊക്കെ നിങ്ങളെ കഥ. ഇംഗ്ലീഷൊക്കെ അറിയണ്ടേ? നിങ്ങളെങ്ങനെ എഴുതിയേക്കല്? ഞാൻ എഴുതിയേക്കല് നോക്കി. നിങ്ങളെ തടി മണ്ണും പൽപ്പും കണ്ണടക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ വെള്ളാണ്ടൊക്കെ എഴുതും ഇംഗ്ലീഷ് കലക്കി കുടിച്ചണെന്നുള്ളത്. അതൊന്നുമില്ലല്ലേ? ഇപ്പം വായിച്ചാൽ അറിയണ്ടേ? ഇങ്ങനത്തെ ഈ ടർഫിലൊക്കെ മാനേജറായി നിൽക്കുമ്പോൾ ആരെയും വായിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? നോക്കിയോളി. സേലത്ത് നിന്ന് ആരോ ഒരാൾ വിളിച്ചു ഞങ്ങൾക്ക്. സേലം ആരപ്പോ? ആരൊക്കെ അറിയില്ല. നിങ്ങൾ ഇതിൽ എഴുതിക്കണ സേലം എന്നാണ്. ആരും വിളിക്കാൻ പോയില്ലല്ലോ. ഇനി രണ്ടാമത് കാട്ടം. അതൊക്കെ ഇതിൽ എഴുതിച്ചാണ്. നമ്മൾ ഇതിൽ എഴുതിച്ചല്ലേ വായിച്ചാൽ പറ്റുള്ളൂ. അങ്ങനെ ഒരു വഴിയില്ല. വഴിയില്ലാണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഫോണിൽ ഇപ്പം അങ്ങനെയാണ് എഴുതിച്ചേ. കാട്ടം രണ്ടാമത്തെ. മൂന്നാമത്തത് അമ്മായി പെറ്റു. അമ്മായി പെറ്റു ഇത് അങ്ങനെ പറ്റുന്ന ഇത് അങ്ങനെ വരില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ ഇതിൽ നിങ്ങളല്ലാതെ ഇതിൽ ആരും എഴുതുമോ? ഇതിൽ എഴുതിയതാണ് അമ്മായി. അങ്ങനെ വരൂല. എന്താ കാക്ക നിങ്ങളിപ്പോ ഇങ്ങനെ വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇതാ മൂന്നാമത്തെ എഴുതിക്കൊളി. കാട്ടം കേട്ടോ. നിങ്ങൾ എന്താ പറയണല്ലോ? ഞാൻ വെറുതെ പറയാം. ഇങ്ങോട്ട് നോക്കി കണ്ട മുഖത്ത് കണ്ണട വെറുതെ എങ്ങനെ വെച്ചെടുക്കുക. ഇങ്ങോട്ട് നോക്കി. കാട്ടം എന്താണ്? നേരത്തെ എറിയ പോണ് ഞാൻ. എന്താണ് ഞാൻ അങ്ങനെ ഈ പിരാന്ത ഉണ്ട് ഇപ്പോ. കാക്കായ് പൊന്നും കാക്ക നിങ്ങളെ ഫോണിൽ എഴുതി വെച്ചതാണ്. ഇതാ ഒന്നാമത്തത് സേലം. ഇതാണോ സേലം? യെസ് ആണോ? ഏലം സേലം. രണ്ടാമതെന്താ? അമ്മായി പെറ്റു. ഇത് നിങ്ങളെ എഴുതിച്ചു തന്നെയല്ലേ? മൂന്നാമത്തതാ എന്താ പോയി പറയാൻ കാരണം? റബ്ബേ ശരി. കാട്ടം ആണോ? നാലാമത്തെ വായിച്ചോ. ആണോ? ബീർ. നിങ്ങൾ ബീർ അടിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇതൊക്കെ എഴുതിട്ടുണ്ടോ? കണ്ടോ? ഇതാ നിങ്ങൾ നോക്കിയോളി. നോക്കിയോളി. നിങ്ങളൊക്കെ എഴുതിച്ചാണ്. ഞാൻ പോലും ഇങ്ങനെ വെറുതെ പൊട്ടത്തരം വായിക്കാം. നിങ്ങളെ ഫോണിൽ അങ്ങനെ എഴുതിക്കുന്നത്. ഞാനെന്നിപ്പോ എന്താ ആകെ ഈശ്വരായപ്പോ ചീറകൾ. എന്താ ഞാനിപ്പോ ഇന്നലെ അതിൽ എഴുതിയതാ ഞങ്ങൾക്ക് വായിച്ചാൽ കാണിച്ചത്. ഇതാ ഇഞ്ഞുണ്ട്. ഇഞ്ഞുണ്ട്. ഇനിയിപ്പോ ഞാൻ നിങ്ങൾ ഏത് മാഷന്മാരും ചോദിച്ചു നോക്കി. നിങ്ങൾ എഴുതിയതാ ഞാൻ ഇത് വായിക്കണത്. എന്താ ചെയ്യാ? ഞാൻ ഇതാ പിന്നെ ഇതിനതാ മൊല ആണോ? നിങ്ങൾ മാണ്ടാത്തൊരു എന്താണ്? ഞാൻ ഇവിടെ ഉറങ്ങാം. എന്നാ ഞാൻ ഉറങ്ങിക്കൂടുന്നാ. എന്താണ് ഉറങ്ങിക്കൂട്?
ഇതാകെ നിങ്ങൾ ഈസിലാകത്തില്ല. നിങ്ങൾ നല്ല മാഷന്മാരും ചോദിച്ചു നോക്കി. നിങ്ങൾ എഴുതിയതാണ് ഫോണില്. ഞാനും അത്യാവശ്യം ഇത് പഠിച്ചതന്നെ, ഡിഗ്രി കോളേജൊക്കെ. ഇപ്പോ ഇല്ല, നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുടെ കൂടെ ഈ ഫോണിൽ ഇങ്ങനെ അതും ഇതും ഇതാകാം. കാക്കേ, ആ ഞാൻ എത്ര നേരം നിങ്ങളെ വിളിച്ചത്, കൊറേ നേരം നിങ്ങളെ വിളിച്ചു. നിങ്ങൾ ഫോൺ എടുക്കുക. ഞാൻ അതൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി കൊറേ നേരം വിളിച്ചു. എത്ര കാലം വിളിച്ചു നിങ്ങൾ ഫോൺ എടുക്കണം. ഞാൻ ലാസ്റ്റ് നിങ്ങൾ തെരഞ്ഞെടുത്ത അവസ്ഥ ഇങ്ങോട്ട് എന്താണ് നിങ്ങൾ ഫോണും കൈ പൊടിച്ച് നിന്നാണ്ട് പിന്നെ ഇത് വിളിച്ച് കാണില്ല. ഞങ്ങൾ അറിയണേ കാണില്ലല്ലോ. നോക്കി ഫസ്റ്റ് തന്നെ അതിന്റെ സലാം നിങ്ങൾ പേര് വരെ സേവ് ചെയ്ത് വെച്ചിട്ട് അതാ നോക്കി. പിന്നെ നിങ്ങൾ കാണില്ല പറഞ്ഞാലോ? അതിലുണ്ട് അതാ. പിന്നെ നിങ്ങൾ കണ്ടില്ല പറഞ്ഞാലോ? എന്താ ചെയ്യാ? എങ്ങനൊക്കെ ആയ നടക്കും? നിങ്ങളൊരു ടെറപ്പ് ഒരു സാധനം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഇങ്ങനൊക്കെ ഇല്ല. സേലത്തുനിന്ന് ആരും വിളിച്ചേ? സേലത്തുനിന്നോ? സേലത്തുനിന്ന് ആരും വിളിച്ചത് സലാമാണ്. ഞാൻ വിളിച്ചാണ് ഇത് കാണിക്കണേ. സലാമാണ് ഇത് കാണിക്കണത്. പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ നിങ്ങക്ക് പിന്നെ കുട്ടൻ വിളിച്ചിട്ട് തേങ്ങ ഇടുന്ന കുട്ടനോ? ആ, ഓനും വിളിച്ചിക്കണ്. പിന്നെ നിങ്ങക്ക് അമ്മായിന്റെ ഒക്കെ അമ്മായി ഉണ്ട്. അത് അമ്മായി പാർത്തു ഇതിലുണ്ട്, അത് എഴുതിക്കണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങള് സൂക്കട എന്താ ഡോക്ടർക്ക് ബുക്ക് ചെയ്തീനോ? ബീര ഡോക്ടർ അവിടെ നിങ്ങൾ അത് ചോദിക്കാൻ വേണ്ടി എന്തിനാ വിളിച്ചിക്കണ്? ഡോക്ടർ ബീരാറ് വിളിച്ചിക്കണ്. ഇതിൽ അതിൽ കാണുന്നുണ്ട്. പിന്നെ അതേമാതിരി പിന്നെ മാള് വിളിച്ചിട്ടുണ്ട്. മാള് വിളിച്ചിക്കണ്. മാള് വിളിച്ചിക്കണ്. അങ്ങനെ എത്ര ആൾക്കാർ നിങ്ങളെ വിളിച്ചിക്കണ്. എന്നിട്ട് ഈ മരപ്പൂത്തുണ്ടല്ലോ, ഈ മരപ്പൂത്തിന്റെ കൊടുത്തിട്ട് കുതിര കൂടാ എത്ര പറഞ്ഞ? അത് പിന്നെ പല ഇതാ പറയണേ. ഈ ചങ്ങായി പറയണ്ടാണോ അമ്മായി പെറ്റു കാട്ടം ഇതൊക്കെയാണ് തോന്നിയസാണ് ഈ ചങ്ങായി പറയണത്. അതൊക്കെ പറഞ്ഞത് ഇപ്പൊ ഈ കോള് വന്നത് അതാണ് ഈ ചങ്ങായി പറയണത്. ആ ചങ്ങായിക്ക് ഓരോ ആൾക്കാരല്ല നിങ്ങളെ ഇതാക്കിയതാണ്. നിങ്ങള് വയസ്സന്മാരെ മുപ്പരിട്ട് ചാമ്പ്യത് അല്ലാന്നല്ല. വയസ്സന്മാരെല്ലാത്തും അറിയില്ല കരുതിട്ടേ ചാമ്പ്യത് കഴിക്കാറ്. നിങ്ങൾ ഓരോ വിളിച്ചാണ് നമുക്ക് കേൾക്കാൻ എന്തൊക്കെ പറയണെന്ന്. അല്ലേ നല്ല ഉറക്കാം. ഇതൊന്നും വായിച്ചാ നിങ്ങളേ ഇതൊന്നുകൂടി ഒന്ന് വായിച്ചാലേ കടന്നെങ്കിൽ നല്ല ഉറക്കാല്ലേ. ഇതൊന്ന് പറഞ്ഞു കൊടുത്താ അവനെ ഒന്നുകൂടി ഒന്ന്. അവനത് മനസ്സിലായില്ലായിരുന്നു. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്താ കിട്ടാപ്പത് വായിച്ചാ ഒന്നാമത്തെ എത്താമേ സലാമേ ഇതല്ലേ പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞത്. ഇവൻ നേരത്തെ വായിച്ച പൈവാണ്. അപ്പൊ കറക്റ്റ് സലാമെന്ന് വായിച്ചാറുണ്ട്. എത്താ രണ്ടാമത്തെ നിങ്ങൾ കോഴിക്കാട്ടം ഇറക്കിച്ചോ? കോഴിക്കാട്ടം ഇറക്കിയില്ലല്ലോ. ഇത് കാട്ടുന്നുണ്ട്. എന്താണ് ഇതിന് കാട്ടം എന്നാണ്. കാട്ടിറക്കി. അടുത്ത വായിച്ചാണ് നിങ്ങള്. അടുത്തതോ? ഇതാ അമ്മായി പെറ്റു അതുണ്ടോ? ആയിക്കോട്ടെ, അമ്മായി പറ്റൂ. അടുത്ത വായിക്ക്. നിങ്ങള് വീറടിച്ചു അതിൽ എഴുതിക്കണം. ഞാൻ വീർന്നിടില്ല. വീറടിച്ചു ഒക്കെ അടക്കട്ടെ. അടുത്ത് കറിക്ക് ഒന്ന് വായിച്ചോട്ടെ. വൃത്തികെട്ട പരിപാടി കഴിച്ചത് ഇതൊന്നും നിങ്ങൾ വായിച്ചാണേ ഒന്നുകൂടി. വായിക്കട്ടെ. നിങ്ങൾ അങ്ങനൊക്കെ എന്താണ് ഞാൻ വേറെ തന്നെ അതൊന്നോട് വായിച്ചാണേ. ഇതന്നെ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ കാക്കാരെ വെറുതെ ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയില്ല, വെറുതെ ഈ കാക്കാരെ പറ്റിക്കാൻ പറ്റും. വയസ്സായ കാക്ക അയാൾ ഈ ടർഫും കാര്യങ്ങളായിട്ടാണ് ഇത് പോണ ആള്. അയാളെ പിന്നെ എന്തൊക്കെ നിങ്ങൾ വായിച്ചു കൊടുക്കണത്? എന്ത് ഇത്? അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. കാക്കാരെ നല്ല ആളാ. മൂപ്പരോട് വായിക്കാൻ പറഞ്ഞേ. മൂപ്പർക്ക് ഇംഗ്ലീഷ് മറ്റോ മറിച്ചോ ഒരു തേങ്ങ അറിയില്ല. അറിയാത്ത ആളോട് നിങ്ങൾ വായിച്ചിട്ട് പിന്നെ അതിപ്പോ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ കേട്ട ഞങ്ങളെ ഭാഗ്യം. അല്ലെങ്കിൽ അയിലേറെ കേട്ടിരുന്നു. ഇത് കുറഞ്ഞ തെരയെ വന്നിട്ടോ അല്ലെങ്കിൽ അയിലേറെ ഇംഗ്ലീഷ്
കുറിച്ച് കൊടുക്കുന്ന ഞാൻ പറഞ്ഞു കൊടുത്ത ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞു കൊടുത്തു നിങ്ങളെല്ലാം ഉറക്കേനപ്പോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇനി മൂപ്പരെന്ന് പറഞ്ഞു ഇനി പറയേണ്ട ആവശ്യമില്ല ആർക്കും പറഞ്ഞില്ല അതൊക്കെ സത്യാവസ്ഥ. അല്ല മറ്റേ ബാക്കി വായി അമ്മായി പറ്റുമെന്നല്ല അവിടെ ഫസ്റ്റ് സലാം ഞാൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വിളിച്ചത് എന്റെതാണ് സലാം, അല്ലാതെ സേനല്ല. ഒന്നും അറിയില്ല, വെറുതെ അങ്ങനെ ഒന്നും അറിയാതെ വെറുതെ പറയാം. സംഗതിയില് മൂപ്പർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതാണ് സംഭവം. വെറുതെ ഒരു ഊഹം വെച്ചിട്ട് പറയാം. അടുത്ത കാട്ടെന്നല്ല മൂപ്പര് പറഞ്ഞേ. അതെന്താ കുട്ടന് തേങ്ങടാ കുട്ടൻ വന്നാണ്, കുട്ടനാ വിളിച്ചിരിക്കണം, അല്ലാതെ കാട്ടൻ വിളിച്ചല്ലേ. പിന്നെ അമ്മായി പറ്റു പറഞ്ഞോ? അമ്മായി പറ്റ ഇംഗ്ലീഷ് നിങ്ങൾ ഇവിടെ നിന്നിരുന്നാണ് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ രണ്ടാവിടെ കാര്യം പറഞ്ഞു. നിങ്ങളെ ഫോൺ വിളിച്ചാണേ. അതായത് കേക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നു പറഞ്ഞാണ് നമ്മൾ ഇതാക്കാൻ പാടില്ല, വലിയ പൊങ്ങച്ചാവാൻ പാടില്ല. അതറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ല തന്നെ പറയണം. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല തന്നെ പറയാം. അല്ലാതെ ഈ മൂപ്പരോട് ഇങ്ങനെ ഇംഗ്ലീഷ് അറിയാതെ അങ്ങനെ വായിച്ചാൽ ഇതാക്കാൻ പാടില്ല. ആ ഒരു പാവം അയാളിപ്പോ എന്തൊക്കെ വിചാരിച്ച് അത് ആകെ ടെൻഷനായിരിക്കും. ഇപ്പൊ ഞാൻ വന്നപ്പോ കണ്ണും കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് ഇതായി. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വല്ല സ്പോക്കൺ ഇംഗ്ലീഷിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയാണ്ട് എനിക്ക് ഞാൻ വേണമെങ്കിൽ സെറ്റാക്കി തരാം. ഞാൻ ഇവിടെ നല്ല ചേർക്ക് കടന്നുറങ്ങിയാണ്. പെരിന് കണക്കുള്ള കൊതുക് അടിച്ചു കഴിഞ്ഞത് ഇവിടെ വന്ന് കടന്നുറങ്ങിയതാ. എന്നിട്ട് അപ്പോഴാണ് ഇയാള് ഇംഗ്ലീഷുകാരാണ് വല്ലാത്തൊരു വണ്ടിയും പറയാത്ത. അല്ല മൂപ്പര് പോയി ഇതിന്റെ ടെറഫിന്റെ ആളല്ല. അപ്പൊ മൂപ്പര് ഒരാരും വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ വന്നാ മൂപ്പര് ഫോൺ ഇതാക്കിയത് അറിഞ്ഞിട്ടില്ല, അതാണ് വെച്ചത്. ആകെ ABCDEFG അങ്ങനത്തെ AB അങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ അങ്ങനെ ഇത് തുടക്കം നോക്കിയാണ് നീ പറയണേ അല്ലേ? ആദ്യം അവസാനം നോക്കും. അതാണ് ഊഹം വെച്ചത് ചാമ്പ അല്ലേ? അതാണ് പരിപാടി. അല്ല പിന്നെ കാക്ക അയാള് കൊറേ ടെൻഷൻ ആയതായി. ഞാൻ വണ്ടിയിലൊക്കെ എപ്പോഴും അയാളിങ്ങനെ ഈസലായി കൊടുത്തിറങ്ങിയതാണ്. പോണില്ല ഞാൻ അറിയാം നിങ്ങൾ പറഞ്ഞ. ഇനി വേലാലിന്റെ അങ്ങനെ ചെയ്യല്ലേ നിങ്ങള്. ഇംഗ്ലീഷ് പഠിച്ചിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എന്തെങ്കിലും പഠിച്ചാണ്ട് ഇതാക്കിട്ടോ. ഇതേമാതിരി ഇനി ബാക്കിയുള്ളവർ ചെയ്യല്ലേ കേട്ടോ. മൂപ്പർക്ക് ഞാൻ വേണ്ട ഓൻ കഴിച്ചില്ലായി.